everyone, welcome to XandY Learning. നമ്മുടെ ഓണം എക്സാമിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും. പലർക്കും പല റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല രൂപത്തിലും മാർക്ക് കുറഞ്ഞു പോയവരുണ്ടാവും. നിങ്ങൾ എൻ്റെ ഈ പറഞ്ഞ വീഡിയോ കാണുന്നവർ 3 ടൈപ്പ് ഉണ്ടാകും. നല്ല മാർക്ക് കിട്ടി ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നവരുണ്ടാകും, ഇനിയും കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെടാണ്ട് ഒരു ആവറേജിലാണെന്നുണ്ടാകും, ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് വിചാരിക്കുന്ന വളരെ ലോ ഗ്രേഡ് കിട്ടിയവരും ഉണ്ടാകും. നിങ്ങൾ ആരുമാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ ഈ പറഞ്ഞ എക്സാമിന് ശേഷം ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊരു എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആരാണ്, നമ്മുടെ ഒരു ഓവറോൾ പെർഫോമൻസ് കിട്ടിയിട്ടുണ്ടാകും. നമ്മുടെ ഓരോ ഗ്രേഡുകൾ വിഷയങ്ങൾ കിട്ടിയപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എത്രാം സ്ഥാനത്താണ്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിനിടയിൽ നമുക്ക് എത്രത്തോളം മാർക്ക് ഉണ്ട് എന്നൊക്കെ നമ്മളൊരു കമ്പയർ ചെയ്തിട്ടുണ്ടാകും, സ്വയം നടത്തിയിട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കോർ ആൻഡ് ഗ്രേഡിനെ കുറിച്ച് കൃത്യമായൊരു ഐഡിയ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓരോ എക്സാമുകളും, പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂളിലേക്കൊക്കെ പുതുതായി എത്തിയ ഒരു 8ാം ക്ലാസ് ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന് 7ാം ക്ലാസ് വരെ UP വരെ ഉള്ള ഒരു ഗ്രേഡ് സിസ്റ്റം അല്ല ഉള്ളത്. മാർക്ക് എന്ത് ചെയ്യും, അനൗൺസ് ചെയ്യും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് A+ ആണോ C+ ആണോ B+ ആണോ എന്ന് കിട്ടിയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഗ്രേഡ് സിസ്റ്റത്തെക്കുറിച്ചും എക്സാമിനെ കുറിച്ചുമെല്ലാം ഒരു ഐഡിയ ഇപ്പോഴായിരിക്കും ഒരു പക്ഷേ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ലെവലിൻ്റെ ഒരു അനലൈസും നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടാവണം അല്ലേ. ചില സബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോഴായിരിക്കും റിയലൈസ് ചെയ്തിട്ടുണ്ടാവുക. ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ എഴുതണമെന്നുള്ള ടൈം മാനേജ്മെൻറ്റും നമുക്ക് ഈ എക്സാമിലേക്കും, ചിലർ പറയും അല്ലേ, ചിലപ്പോൾ മലയാളം പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ പിന്നെ എഴുതാമെന്ന് വിചാരിച്ചുകൊണ്ട് അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മാർക്കിന് ഒരു 2 or 3 പേജ് എഴുതേണ്ട സംഗതികൾ എഴുതാൻ പറ്റാതെ അവസാനം 1 മാർക്കോ 2 മാർക്കോ കിട്ടിയിട്ടുണ്ടാകും. എന്നാൽ ഒരു വരി മാത്രം എഴുതി വെക്കേണ്ട ഉത്തരത്തിന് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ടാകും. അത് കാരണം നമ്മുടെ ടൈം മാനേജ്മെൻറ്റിൽ എക്സാമിന് സമയത്ത് ഒരു സമയം പോയിട്ടുണ്ടാകും. ചിലപ്പോൾ എക്സാം നേരത്തെ എഴുതി തീർത്തുകൊണ്ട് അരമണിക്കൂർ കിടന്നുറങ്ങിയവരും ഉണ്ടാകും. പല രൂപത്തിലുണ്ടാവുക. പക്ഷേ നല്ല ഒരു കുട്ടിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ആ എക്സാമിൻ്റെ 2 മണിക്കൂറോ അല്ലെങ്കിൽ 2.5 മണിക്കൂറോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വളരെ ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എക്സാമിൻ്റെ സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വയം അനലൈസ് ചെയ്ത കാര്യമാണ്. ഇനി ഇതിൽ നിന്നും, ഈ പാഠങ്ങളിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ എക്സാമിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു എക്സാം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളതോ, നമ്മൾ 12:30 വരെ പഠിച്ചിരുന്നു, 1 മണി വരെ പഠിച്ചിരുന്നതോ എന്നൊന്നും ടീച്ചർക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മൾ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ പരീക്ഷ പേപ്പറിൽ എന്ത് എഴുതിയോ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് വേണ്ടത്ര ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ സംഭവിക്കാം, അങ്ങനെ മാർക്ക് കുറയാം. അതുമല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം നമുക്ക് നന്നായിട്ട് പനിച്ചു, അല്ലെങ്കിൽ വീട്ടിലൊരു വേറെ എന്തെങ്കിലും ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടായി. ഇതൊക്കെ ഒരു എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സാണ്. അത് എന്തോ ആയിക്കൊള്ളട്ടെ, ഈ വന്ന എക്സാമിലെ എൻ്റെ പോരായ്മകളെ, എൻ്റെ പ്രശ്നങ്ങളെ, എവിടെയൊക്കെയാണ് മാർക്ക് പോയത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഞാൻ ബാക്ക് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവനാവണം ഒരു നല്ല കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് എടുത്ത് നെക്സ്റ്റ് എക്സാമിനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ നമ്മളെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെന്നുള്ളത് ഫോളോ ഗുഡ് തിങ്സ് എന്നുള്ളതാണ്. ഈ ഫോളോ ഗുഡ് തിങ്സ് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില വിഷയങ്ങളിൽ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകളിൽ നമ്മൾ ഓക്കെയാണ്, നമ്മൾ എക്സാം എഴുതുന്ന രീതി ഇങ്ങനെയാണ്, ഇന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ചിലതിനൊക്കെ നമ്മൾ ടേബിൾ വരച്ച് കമ്പയർ ചെയ്ത് കാണുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയപ്പോൾ ടീച്ചർ അതിനെ ഒരു ഗുഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല ചില പോയിന്റുകൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ എവിടെയാണ് നമുക്ക് പ്രശ്നമുള്ളത് എന്ത് ചെയ്യുക,
നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയൊരു കുട്ടി ഉണ്ടാവും, ഒരു A+ അടിച്ച അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയൊരു കുട്ടി ഉണ്ടാവുമല്ലോ, അവൻ്റെ അടുത്തിരുന്ന് ഒന്ന് പോയി ചോദിച്ചു നോക്കുക. എന്നിട്ട് അവൻ എന്തൊക്കെയാണ് ഒരു എക്സാം ടിപ്സ് ആയിട്ട് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കേട്ട് അതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തെന്നുള്ളത്, നമ്മൾക്ക് എന്താണെങ്കിലും നമ്മൾ ഫുൾ മാർക്ക് അടിച്ചൊരു കുട്ടിയാണെങ്കിൽ പോലും ഒരു ചേഞ്ചസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മളവിടെ വരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആവൂല അടുത്തൊരു എക്സാം ഉണ്ടാവുക. പക്ഷേ അതേപോലെ തന്നെയാണ് ഇനി വരുന്ന വർഷങ്ങളിലും ഞാനെല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല. നമ്മൾ ലോ ഗ്രേഡിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും അതേപോലെ അടുത്ത എക്സാമിന് എങ്ങനെ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് തുടങ്ങണം. നിങ്ങൾ 7ാം ക്ലാസ്സിലോ ആ ഒരു കുട്ടിയാണെങ്കിൽ USSനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. 8ാം ക്ലാസ്സിലാണെങ്കിൽ NMMS എക്സാം പോലെയുള്ള കോമ്പറ്റീഷൻ എക്സാം ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല മാർക്കിട്ട ഒരു കുട്ടിയാണെങ്കിൽ പോലും അവൻ ഒളിമ്പ്യാഡ് എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യാനാണ് നമ്മുടെ XandY ചാനലുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ഇത്തരത്തിലുള്ള ഏത് സ്റ്റാൻഡേർഡുള്ള കുട്ടിയാണെങ്കിലും അവർക്കും കോമ്പറ്റീഷൻ എക്സാമുകളുടെ ലോകത്തേക്ക് മാറാനുള്ള ഒരു ചാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ട ചേഞ്ചസ് എന്ത് ചെയ്യണം, നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിലുള്ള പഠനത്തിൽ പ്രകടമാക്കണം. നമ്മുടെ പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ പഠനത്തോടുള്ള സമീപനത്തിലും പഠിക്കേണ്ട സമയത്തിലും എങ്ങനെ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റ് എത്രത്തോളം പഠിക്കണം, മാത്സ് ചിലത് എഴുതി തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓരോ സബ്ജക്റ്റിനുമുള്ള വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പഠനത്തിൽ ഒരു ചേഞ്ചസ് എന്ത് ചെയ്യണം, സംഭവിക്കണം. അടുത്തൊന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ലോങ് ടേം ഗോൾസ് ആണ്. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ഓണപ്പരീക്ഷയ്ക്ക് A+ അടിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ പിന്നെ നമ്മളെ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ ജസ്റ്റ് അങ്ങോട്ട് പാസ്സാവുക, 10ാം ക്ലാസ്സിൽ ഒരു ഫുൾ A+ അടിക്കുക എന്നുള്ളതാവരുത്. നേരെ മറിച്ച് നമ്മളൊരു +1 +2 അല്ല, ഒരു 40 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കണം എന്ന് വരെ എന്ത് ചെയ്യേണ്ടതുണ്ട്, തീരുമാനിക്കേണ്ടതുണ്ട്. അത് വെച്ചിട്ട് ആ ഗോൾ വെച്ചിട്ട് വേണം നമ്മുടെ സ്ട്രാറ്റജീസും നമ്മളെ പ്ലാൻസും ഇപ്പോഴെന്ത് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ലോങ് ടേം ഗോൾസ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് പിന്നെ ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ കുറച്ചും കൂടി ബയോളജിയിലും സയൻസിലൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെ ആ ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീപ്പിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ളൊരു പഠനം ഉണ്ടാക്കണം. അതിനായിരുന്നു നമ്മളെ XandY എന്ത് ചെയ്തത്, നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത് അല്ലേ. നമുക്ക് സ്കൂളിലെ ഒരു സാധാരണ ഒരു നോർമൽ ആവറേജ് കുട്ടിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ ജയിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരക്ഷരം എഴുതിയാൽ പോലും ഒരു സെൻറ്റൻസ് എഴുതിയാലും മാർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എക്സാംസ് അല്ല നമ്മളെ ലക്ഷ്യം. നേരെ മറിച്ച് 10,000-കണക്കിന് അല്ല ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന നീറ്റ് പോലെയുള്ള JEE പോലെയുള്ള എക്സാംസ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കണം, NITയും IITകളും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ രൂപത്തിൽ നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങളെ കണ്ടുകൊണ്ട് ഒരു ലോങ് ടേം ഗോൾസ് കണ്ടുകൊണ്ട് നമ്മുടെ എക്സാംസിൽ ഇപ്പോഴേ കിട്ടുന്ന എക്സാംസിൻ്റെ റിസൾട്ട് വെച്ചുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ നമ്മൾ സാധിക്കേണ്ടതുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ് പോലെയുള്ള XandY നടത്തുന്ന അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഈ പറഞ്ഞ ലോങ് ടേം ഗോൾസിൻ്റെ ബേസിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തൊന്നുള്ളത്, നമ്മൾ മാത്രം ജയിച്ചാൽ പോരാ, മറ്റുള്ളവരെ കൂടി നമുക്കൊന്ന് സഹായിക്കണം. നമുക്ക് നല്ല മാർക്കുണ്ടെന്ന് വിചാരിച്ചോളൂ, നമ്മൾ മാർക്ക് കുറഞ്ഞൊരു കുട്ടിയെ വെറുതെ പോയി കളിയാക്കിക്കാണ്ട് എനിക്ക് വെറും C+ അല്ലേ അല്ലെങ്കിൽ D അല്ലേ എന്ന് പറയണ്ട. അവൻ്റെ ഒരു കണ്ടീഷൻ അങ്ങനെയായിരിക്കാം. അവനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാണ് ഗുണം. ഒന്ന്, അവനും ഇംപ്രൂവ്ഡ് ആകും, അവൻ കാരണമായിട്ട് നമ്മളും ഒന്നുകൂടി ബെറ്റർ ആവും. ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ലേണിംഗ് ഈസ് ടീച്ചിങ് എന്നാണ് പറയാനുള്ളത്. ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തുടങ്ങി നോക്കൂ, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടാകും. ആ രൂപത്തിൽ ഈ എക്സാമിനെ നല്ല ഒരു കാര്യമായിക്കൊണ്ട് കണ്ടുകൊണ്ട് കൂടുതൽ എക്സാമുകളും കൂടുതൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എക്സാമിൽ ഞാനായിരിക്കും എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് എന്നുള്ള ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മളെ പഠനത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ട എല്ലാ ഹെൽപ്പുമായിട്ട് നമ്മുടെ XandY ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്ക് കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്